ചില വാക്കുകൾ പാറയിൽ ഉപേക്ഷിച്ച തീ പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം പോലും ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ശപിക്കപ്പെട്ടവരുടെ കഥകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് രാമായണത്തിലെ 5 അത്യന്തശക്തമായ ശാപങ്ങളുടെ കഥകളാണ്. ഓരോന്നും നമ്മെ അന്തസ്സോടെയും ഭീതിയോടെയും ഓർക്കാൻ നിർബന്ധിതമാക്കുന്നു. രാമായണത്തിലെ ശപിക്കപ്പെട്ട 5 പേർ ഇന്നും നമ്മെ പഠിപ്പിക്കുന്ന ശാപങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഗോകുലമാലയിലേക്ക് സ്വാഗതം. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഇതിൻ്റെ കൂടെ ഓർക്കണം. അതുകൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. എനിക്ക് അറിയാവുന്നതുപോലെ മറുപടി ഞാൻ തരുന്നതായിരിക്കും. ചില വീഡിയോകൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പറയും. അത് തീർച്ചയായിട്ടും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. എന്നാൽ ചില വീഡിയോകൾ നമുക്കത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പറ്റത്തില്ല. കാരണം അവർക്കത് പറഞ്ഞ് അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രായമായിരിക്കില്ല. അതിനു മുമ്പേ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയുമാണ്. ഭക്തി നിർഭരമായ ഏത് വീഡിയോയും അവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരിൽ ഒരിക്കലും ഭീതി ജനിപ്പിക്കരുത്. ഇന്നത്തെ വീഡിയോ രാമായണത്തിലെ ശപിക്കപ്പെട്ട 5 പേരാണ്. ഇന്നും നമ്മെ പഠിപ്പിക്കുന്ന ശാപങ്ങളാണത്. മന്ദരയുടെ ശാപമാണ് ഒന്നാമത്തേത്. അമ്മമാരെ പിഴവിലേക്ക് നയിക്കുന്ന ആ ശാപം. മന്ദര കൈകേയിയുടെ ദാസിയായിരുന്നെങ്കിലും ആകെയുള്ള ദുരന്തങ്ങൾക്ക് തുടക്കം കുറിച്ചത് അവളായിരുന്നു. അവളുടെ ചതിയും അസൂയയും കൊണ്ട് കൈകേയി തൻ്റെ ഭർത്താവിനോടും മകനോടും ദ്രോഹം ചെയ്തു. ഈ ചിന്തയാൽ ആ കുടുംബം മുഴുവൻ തകർന്നുപോയി. കൈകേയി തൻ്റെ ഭർത്താവിനോടും മകനോടും ഏറ്റവും അധികം സ്നേഹമുള്ള ആൾ തന്നെയായിരുന്നു. പ്രിയപ്പെട്ട രാമനെ തന്നെയാണ് സ്വന്തം മകനേക്കാൾ കൂടുതൽ സ്നേഹിച്ച് വളർത്തിയത്. എന്നിട്ടും മന്ദരയുടെ വാക്കുകൾ ആ അമ്മയുടെ ഹൃദയത്തിൽ വിഷം നിറച്ചു. മന്ദര ഒരിക്കലും വാക്കുകളാൽ ശപിച്ചതല്ല, എന്നാൽ അവളുടെ വാക്കുകൾ ശാപവാക്കുകളായി മാറുകയായിരുന്നു. അതിന് പകരം ലഭിച്ചത് മഹാരാജാവിൻ്റെ മരണമാണ്, പുത്രൻ്റെ വനവാസവും. ഇന്നും പല അമ്മമാർ കൈകേയിയാണ് ആകുന്നത്. അവളുടെ പിൻവലയത്തിൽ പല കുടുംബങ്ങളും തകർന്നു പോകാറുണ്ട്. പക്ഷെ നമ്മളാരും മന്ദരയെ കൺമുന്നിൽ കാണുന്നില്ല. ഒരമ്മയുടെ ഹൃദയം പരിമളമുള്ളതാകണം. പക്ഷെ ആ ഹൃദയത്തിൽ വിഷം വീശുമ്പോൾ ഒരു രാജ്യം തന്നെയാണ് തകർന്നു പോകുന്നത്. മന്ദരയുടെ ശാപം അത്രത്തോളം ഭയാനകമാണ്. ആ ശാപം ഇന്നും നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ വിരോധിക്കുവാൻ തക്ക വാക്കുകൾ ദാസിമാരുടെ നാവിൽ പോലും ഉണ്ടാകും. അഹല്യ ശാപമാണ് രണ്ടാമത്തേത്. സ്ത്രീയെ ശിലയാക്കുന്ന ലോകം. അഹല്യ മഹർഷി ഗൗതമൻ്റെ ഭാര്യയായിരുന്നു. ഇന്ദ്രൻ്റെ കുബുദ്ധിയാൽ വഞ്ചിതയായി അതിൻ്റെ പ്രത്യാഘാതമായി അവൾ ശിലയായി ശപിക്കപ്പെട്ടു. ദീർഘകാലം മൗനത്തിൽപ്പെട്ടിരുന്ന ആ ആത്മാവ് രാമൻ്റെ സന്നിധിയിൽ വീണ്ടും ജീവൻ കണ്ടെത്തുകയാണ്. ഈ ശാപം നമ്മോട് എന്താണ് പറയുന്നത്? ഒരു സ്ത്രീയുടെ പിഴവിനെയും തെറ്റുകളെയും മാറ്റം വരുത്താൻ സ്നേഹവും പവിത്രതയും മതിയാകും. നമ്മുടെ സമൂഹവും ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും, ശരിയല്ലേ? ഒരു സ്ത്രീയുടെ മനോഭാവം എന്താണെന്നോ അവളുടെ നന്മ എന്താണെന്നോ മനസ്സിലാക്കാതെ ദുഷിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ ദൈവം തന്നെ നേരിട്ട് വരും എന്നതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ ശാപം മാരീചൻ്റെ ശാപമാണ്. മായയുടെ ഗഹനത്തിൽപ്പെട്ട ജീവിതം. മുമ്പ് തപസ് ചെയ്തിരുന്ന മാരീചൻ പിന്നീട് രാക്ഷസരുടെ കൂട്ടത്തിൽ പെടുകയായിരുന്നു. തപസ്സിൽ വ്യാപൃതരായ മുനിമാരെ ഉപദ്രവിച്ചതിൻ്റെ പാപം ഒരു ശാപമായി വന്നിറങ്ങി. ഒടുവിൽ സീതയെ വഞ്ചിക്കാൻ മായാമൃഗമായി മാറിയപ്പോൾ രാമൻ്റെ ബാണത്താൽ മരണപ്പെട്ടു. ഇതിൽ നിന്നുള്ള പാഠം എന്താണെന്നോ? മോഹത്തിൻ്റെ പാതയിൽ ചെന്ന് മറ്റുള്ളവരുടെ കളിയിൽ ഉപാധിയാകുമ്പോൾ തിരിച്ചടിയുണ്ടാകും. എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമുള്ള ഒരു അറിവ് തന്നെയാണ്. ഒരു മോഹവലയത്തിലും പെടാതിരിക്കുക. നാം നമ്മെ തന്നെ തിരിച്ചറിയാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. നാലാമത്തെ ശാപം അത് താടകയുടെ ശാപമാണ്. യക്ഷിണിയായ താടക ഭർത്താവിൻ്റെ മരണശേഷം ഉഗ്ര സ്വഭാവത്തിൽ മുങ്ങിപ്പോകുന്നു. തപസ്സിലിരിക്കുന്ന മഹർഷിമാരെ തടഞ്ഞതിൻ്റെ ദോഷം അവളിൽ അടിഞ്ഞു ചേർന്നു. ദൈവം മനുഷ്യരൂപത്തിൽ വരുമ്പോൾ മാത്രം അവളെ കൊല്ലാനാകുമെന്ന് ശപിക്കപ്പെട്ടു. രാമൻ അത് നടപ്പാക്കി. എന്താണ് ആ പാഠം? സ്ത്രീകൾ ശക്തിയുള്ളവരായിരിക്കും, പക്ഷെ അവരുടെ ദുഃഖങ്ങൾ അവരെ താടകയാക്കി മാറ്റുന്നു. അതിന് ഉത്തരവാദി ആരാണ്? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്, ശരിയല്ലേ? നമുക്ക് ചുറ്റുമുള്ള താടകമാരായ സ്ത്രീകളെ കേൾക്കാൻ നമ്മൾ തയ്യാറാവേണ്ട സമയമാണിത്. അവളുടെ കണ്ണീരിൽ ദോഷം കാണുന്നവർ പരാജയപ്പെടും. ആ കണ്ണീരിൽ പ്രകാശം കാണുന്നവരാണ് ദൈവത്തോട് അടുക്കുന്നത്. രാവണൻ്റെ ശാപമാണ് അഞ്ചാമത്തേത്. രാവണൻ നളകുബേരൻ്റെ ഭാര്യയായ ഗന്ധർവ സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ ഭർത്താവ് ശപിക്കുന്നു. ആ ശാപപ്രകാരം അന്യസ്ത്രീയുടെ സമ്മതം കൂടാതെ സ്പർശിച്ചാൽ അവൻ്റെ തല പൊട്ടും എന്നായിരുന്നു. അതുകൊണ്ടാണ് സീതയെ തൊടാനാകാതെ ഭീഷണിപ്പെടുത്തുക മാത്രം ചെയ്തത്. ഈ കഥ നമ്മോടെന്ത് പറയുന്നു? സ്ത്രീ ശരീരത്തെ ആഹ്ലാദത്തിനായി കാണുന്നവരുടെ അഭിമാനം തകർക്കാൻ ദൈവിക ശക്തികൾ തന്നെ കാത്തിരിക്കുന്നു.
ഇങ്ങനെ രാമായണത്തിലെ ഈ ശാപങ്ങൾ ആ പുരാതന കഥകളായി മാത്രം കാണരുത്. അവ ഓരോന്നും ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പിഴവുകൾ ചെയ്യുമ്പോൾ അതിന് ഫലമുണ്ടാകും. മറ്റുള്ളവരോടുള്ള അനീതിക്ക് പ്രതികാരം ഉടനടി ഉണ്ടാകും. വാക്കുകൾ, പ്രവൃത്തികൾ, മനസ്സിലെ ചിന്തകൾ ഇവയെല്ലാം ശാപമോ അനുഗ്രഹമോ ആയി മാറുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളും നന്മയുള്ളതായി തീരുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക.